129 വർഷമായി അതേ രുചിയും പാരമ്പര്യവും കാത്തുസൂക്ഷിച്ച് ഇന്നും നൂറുകണക്കിന് ആളുകളെ ആകർഷിക്കുകയാണ് കിണവക്കലിലെ കല്ലു കഫേ. കാലം മാറി, രുചികൾ മാറി, ചായക്കടകളുടെ രൂപവും ഭാവവും മാറി. പക്ഷേ വെല്ലക്കാപ്പിയും അവിൽ, തേങ്ങ, ശർക്കര, റോബസ്റ്റ പഴം എന്നിവയും ചേർന്ന ഈ ലളിതമായ വിഭവം രുചിക്കാനാണ് ഇന്നും ആളുകൾ ദൂരെ നിന്ന് പോലും എത്തുന്നത്. കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ. പഴമയുടെ മധുരം ഇന്നും അതേപടി വിളമ്പുന്ന ഒരു ചായക്കട, അതാണ് കോട്ടക്കുന്നിലെ കല്ലു കഫേ. അവിൽ മില്ലിൽ നിന്നും നേരിട്ട് ചാക്കുകളിലായി എത്തിക്കുന്നു. ചിരകിയ തേങ്ങ, ശർക്കര, റോവസ്റ്റ് പഴം എന്നിവ ചേർന്ന വിഭവമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം. ശർക്കര ചെത്തി തയ്യാറാക്കുന്ന കാഴ്ച പോലും പഴയ കാലത്തിന്റെ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. 129 വർഷം മുമ്പ് അച്യുതൻ ആരംഭിച്ച ഈ കട പിന്നീട് മകനും സഹോദരിയും ചേർന്നാണ് നടത്തിയത്. സഹോദരിയായ കല്ലുവിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഓലമേഞ്ഞ ചെറിയ ചായക്കടയായി തുടങ്ങിയ ഈ സ്ഥാപനം ഇന്ന് 4ാം തലമുറയിലെ സായിരാജിന്റെ നേതൃത്വത്തിലാണ് ഈ പാരമ്പര്യം തുടരുന്നത്. ദിവസവും 100-ലധികം ആളുകൾ ഇവിടെ എത്താറുണ്ടെന്ന് ഉടമയായ സായിരാജ് പറയുന്നു. ഡെയിലി 100-ലധികം ആള് എന്തായാലും ഉണ്ടാവും. രാവിലെ ഒരു 10-50 വേണ്ടി ആളുണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം ഏകദേശം ഒരു 100-ലധികം ആൾ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകും. വൈകുന്നേരമാണ് ഏറ്റവും കൂടുതലായിട്ട് കച്ചവടം ഉണ്ടാകുക. പുറത്ത് നല്ല ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂരിലും ഇരട്ടി നല്ല കണ്ണൂരിലും പോകുന്നുണ്ടെങ്കിൽ മട്ടന്നൂർ വഴി അതിലൂട്ട് പോകാണ്ട് ഇതിലൂട്ടാണ് തിരിവ് അതിലും കഴിച്ചിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ തിരിച്ചു വരുമ്പം വന്നിട്ടും കഴിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7:30 വരെയാണ് നമ്മളെ ടൈം. ഇന്നും വിറകടുപ്പിലുണ്ടാക്കുന്ന ചായയും പലഹാരങ്ങളുമാണ് ഇവിടുത്തെ പ്രത്യേകത. പഴയ രീതിയിൽ അളന്ന് വിളമ്പുന്ന ഭക്ഷണവും അതേ രുചിയും പഴമയുടെ അനുഭവവും അതേപടി നിലനിർത്തുന്നു. ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് വാസു വേലാണ്ടി പറയുന്നു. ഫാസ്റ്റ് ഫുഡിനേക്കാൾ എത്രയോ ഗുണമാണ്. അതാണ് നമ്മൾ ചെറുപ്പത്തിലേ നമ്മൾ ഇത് കഴിക്കുന്നതാണ്. പക്ഷേ ഇപ്പം പിന്നെ സ്ഥിരമായിട്ട് അങ്ങനെ വരത്തില്ല. എന്നാലും ഇതുവഴി പോകുമ്പോൾ നമ്മൾ എന്തായാലും കഴിക്കും. അങ്ങനെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അവിൽ, പഴം എന്നിവയ്ക്ക് 30 രൂപയും കട്ടൻ കാപ്പി 10 രൂപയും ചായ 12 രൂപയുമാണ് വില. പുട്ട്, കറി തുടങ്ങി മറ്റ് വിഭവങ്ങളും ഇവിടെ ഒരുക്കുന്നുണ്ട്. രാവിലെ 8 മണി മുതൽ രാത്രി 7:30 വരെയാണ് പ്രവർത്തനം. രാഷ്ട്രീയ, സാമൂഹിക, സിനിമാ രംഗത്തെ നിരവധി പ്രമുഖരും ഈ രുചി തേടി ഇവിടെ എത്തിയിട്ടുണ്ട്. AKG, SK പൊറ്റക്കാട്, പന്ന്യൻ രവീന്ദ്രൻ, പിണറായി വിജയൻ, സംവിധായകരായ ഹരിഹരൻ, തുളസിദാസ്, രവികുമാർ, ജയരാജ് വാര്യർ തുടങ്ങി നിരവധി പേർ ഈ കഫയുടെ അതിഥികളായിരുന്നു. പുതിയ തലമുറയും പഴയ തലമുറയും ഒരുപോലെ തേടിയെത്തുന്ന ഈ കഫേ ഭക്ഷണം മാത്രം നൽകുന്ന ഇടമല്ല, ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മയും പാരമ്പര്യവും അതേപടി സൂക്ഷിക്കുന്ന അപൂർവ ഇടം കൂടിയാണെന്ന് രാജീവൻ ശങ്കരനെല്ലൂർ പറഞ്ഞു. ചെറിയ പൈസക്ക് നമുക്ക് പഴയ അവിലും കട്ടൻ കാപ്പി എല്ലാവരും കഴിച്ചിട്ടില്ല നല്ലൊരു പഴമയിലെ ഭക്ഷണം കഴിക്കുക ചെറിയ പൈസക്ക്. ഇത് തന്നെയാണ് 100 നൂറ്റാണ്ട് വഴക്കൂടുന്ന പറഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ അച്ഛൻ്റെ കൂടെ വന്ന ആ കാലഘട്ടം ഓർമ്മയുണ്ട്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് പല ആൾക്കാരും പല നേതാക്കന്മാരും പ്രമുഖ ആൾക്കാരല്ലോ അത് ഇവിടെയല്ല ഇതിൻ്റെ തൊട്ടപ്പുറമില്ല ഇവിടെ നാണുമായിട്ട് ഇവരെ അച്ഛനാഞ്ഞു. പുതുമകൾ എത്ര വന്നാലും പഴമയുടെ രുചിയും സ്നേഹവും ഒരിക്കലും മങ്ങില്ലെന്ന് തെളിയിക്കുകയാണ് കല്ലു കഫേ. ഒരു കപ്പ് ചായക്കും ഒരു പ്ലേറ്റ് അവിലിനും വേണ്ടി മാത്രമല്ല, പഴമയുടെ രുചി വീണ്ടും അനുഭവിക്കാനാണ് ഇവിടെ ആളുകൾ എത്തുന്നത്. ക്യാമറാമാൻ അനീഷ് കൂത്തുപറമ്പിനോടൊപ്പം നീതു ഷമൽ, ന്യൂസ് സൈറ്റ്. ഒരു ഫോൺ കോൾ മതി, ജിയോ സാൻഡ് നിങ്ങളെ വീട്ടുമുറ്റത്തെത്തും. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും.